തൃശൂർ പാലപ്പള്ളി എലിക്കോട് സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചെരിഞ്ഞു. എലിക്കോട് ആദിവാസി നഗറിന് സമീപത്തെ ആളില്ലാത്ത വീട്ടിലെ ടാങ്കിൽ ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കുട്ടി വീണത്. ഇന്ന് രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. JCB ഉപയോഗിച്ച് കല്ലും മണ്ണുമൊക്കെ മാറ്റിയിരുന്നു. എന്നാൽ 11:30യോടെ ആനയുടെ അനക്കം നിലച്ചു. സ്ഥലത്തെത്തിയ വെറ്റിനറി ഡോക്ടർ OB മിഥുനാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ, വനം വകുപ്പ് ഡോക്ടർമാരുടെ സംഘം, RRT ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. രാത്രിയിൽ കാട്ടാനക്കൂട്ടത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിക്കൊമ്പൻ ആളൊഴിഞ്ഞു കിടന്ന വീടിന് തൊട്ടടുത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ വീഴുകയായിരുന്നു. വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആനയെ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ജഡം സംസ്കരിക്കും. ആന ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു നിലയിലേക്ക് എന്തായാലും ആനയ്ക്ക് എത്താനായി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ തുമ്പി കൊണ്ട് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ കയറിട്ട് വളരെ കുറവ് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. തീരെ ചലനമില്ല. നേരത്തെ സൂര്യ വായിക്കാൻ കയറിയ സമയത്ത്, അവതരിപ്പിക്കാൻ കയറിയ സമയത്ത് ഇപ്പോൾ നാം പറയുന്നുണ്ടായിരുന്നു ഓരോ ചലനങ്ങളും അത് അതിനുള്ള ഒരു അവസാന ശ്രമമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. വളരെ ചെറിയ ഒരു കുട്ടിയാണ്. കുട്ടിയാണെങ്കിൽ എത്ര